ട്രംപ് കുട്ടിഘോഷിച്ചൊരു സംഗതി തുടങ്ങിയിരുന്നു. ബോർഡ് ഓഫ് പീസ് ഫോർ ഗസ. അതായത് ഗസയിലെ സമാധാനത്തിന് ശേഷം മനുഷ്യരെ സഹായിക്കുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് പീസ് എന്ന പേരിൽ ട്രംപിൻ്റെ ഒരു പുതിയ ആശയം. ഒരു രാജ്യത്തിന് ആയുധം കൊടുത്ത് നിരപരാധികളായ കുഞ്ഞുങ്ങളെ കൊന്ന് ആ രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കുകയും മറുവശത്തൂടെ പുനർനിർമ്മാണത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ചേർത്ത് പിടിക്കലിൻ്റെ വലിയ കുരുപ്പോളായി മാറുന്നതിന് വേണ്ടിയാണ് ബോർഡ് ഓഫ് പീസ് ഉണ്ടാക്കിയത്. എന്നിട്ട് എല്ലാ രാജ്യങ്ങളോടും കുറേ തുക വീതം ഇതിലിടാൻ പറഞ്ഞു. കാരണം മറ്റാർക്കെങ്കിലും കൊടുത്താൽ അവിടെ വിനിയോഗിക്കാതെ പോകുന്നതിന് വളരെ സത്യസന്ധനും സുതാര്യനും നീതിമാനും ധാർമ്മികനും കൊച്ചു പെൺകുട്ടികളെ കണ്ടാൽ പോലും ഒന്നും തോന്നാത്തവനും ലോകത്തുനിന്നൊന്നും മോഷ്ടിക്കാത്തവനുമായ ട്രംപിൻ്റെ ബോർഡ് ഓഫ് പീസിലേക്ക് ആകെ UAE മാത്രമെങ്ങാണ്ടാണ് കുറച്ച് കാശ് കൊടുത്തത്. വേറെ ആരും കൊടുത്തില്ല. കഴിഞ്ഞ ദിവസം അൽ ജസീറ പറയുന്നു അദ്ദേഹത്തിൻ്റെ ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്ന ആ ഫണ്ട് ശൂന്യമായത്രേ. ഒരു പൈസയും അതിലില്ലത്രേ. ഇനിയിപ്പോൾ എവിടെങ്കിലും ചെന്ന് നിന്ന് ഉടുപ്പ് പൊക്കി വയറ്റത്തടിച്ച് പാട്ട് പാടേണ്ട ഗതിയിലാണ്. സാധാരണ അമേരിക്കൻ പ്രസിഡന്റുമാർ ആഹ്വാനം ചെയ്താൽ നാറ്റോ, കീറ്റോ, കൂറ്റോ എന്ന് പറയുന്നവരെല്ലാം കൊണ്ടുവന്നങ്ങ് ചൊരിഞ്ഞു കൊടുക്കേണ്ടതാണ്. പക്ഷേ ട്രംപ് ആയതിനു ശേഷം നാറ്റോയ്ക്ക് പുള്ളിയിൽ നിന്നൊരു നാറ്റം മാത്രമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതുകൊണ്ട് അവരാരും അടുക്കുന്നില്ല. വേറൊരു യൂറോപ്യൻ രാജ്യങ്ങളും കൊടുക്കുന്നില്ല. കുറേ പേരുടെ കയ്യിലൊന്നും കൊടുക്കാനൊന്നും ഇല്ല. അത്താഴപ്പട്ടിണിയും വട്ടപ്പട്ടിണിയൊക്കെ ആയിട്ട് കഴിഞ്ഞു പോവുക. പിന്നെ ഈ നാട്ടിൽ നിന്ന് ചെല്ലുന്ന ടൂറിസ്റ്റ് വിസയുടെ കാശ് വിരിച്ചും ഈ പിള്ളേരവിടെ കൊണ്ട് ചിലവാക്കുന്ന കാശ് വിരിച്ചും വെള്ളം കുടിച്ചു പോവുക. അല്ലാതെ വലിയ സാമ്പത്തികം ഒന്നും ചിലവാക്കാനില്ല. അതുകൊണ്ടാണ് അടിക്കാൻ വിളിച്ചപ്പോഴും സ്ട്രെയിറ്റ് ഓഫ് ഹോർമിസ് തുറക്കാൻ വിളിച്ചപ്പോഴുമൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ വഴക്കുണ്ടാവുമ്പോൾ പണ്ട് മുണ്ട് പൊക്കി കാണിക്കുന്ന ഒരു പണിയുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ചുകൂടെ ഒരു പോളിഷ്ഡ് വേർഷൻ അവരെല്ലാം പൊക്കി കാണിച്ചു കൊടുത്തത്. ഏതായാലും അവരാരും കാശ് കൊടുക്കുന്നില്ല. പിന്നെ ആകെ ചെലവിന് കിട്ടിയ കാശ് UAEയിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത്. അതാണ് ഇസ്രയേലിന് ഫണ്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് വാർത്ത വരുന്നത്. അത് യഥാർത്ഥത്തിൽ ട്രംപിൻ്റെ ബോർഡ് ഓഫ് പീസ് ഫോർ ഗസ എന്നാണ്. അതായത് ഗസയെ സഹായിക്കാൻ വേണ്ടി പുള്ളി ഒരു കൊട്ടയും വട്ടിയുമായിട്ട് ഇറങ്ങിയതാണ്. ആ വട്ടിക്കകത്തിടുന്ന കാശെല്ലാം പുള്ളി പൊക്കി ഗസയ്ക്ക് കൊടുക്കും. എന്നിട്ട് മറുവശത്തോ ഗസയെ ആക്രമിക്കാനുള്ള ആയുധങ്ങൾ മുഴുവൻ ഇസ്രയേലിന് സൗജന്യമായിട്ടും അല്ലാതെയും അവിടുത്തെ വലിയ സിയോണിസ്റ്റ് കച്ചവടക്കാരുടെ പിന്തുണയോടെ വിൽക്കുകയും ചെയ്യും. എങ്ങനെയുണ്ട്? നമ്മുടെ നാട്ടിലൊക്കെ ഈ ചികിത്സയ്ക്ക് ചെല്ലുന്നവൻ്റെ കിഡ്നി അടിച്ച് വിൽക്കുന്നത് പോലെയുള്ള ഒരു ഇൻ്റർനാഷണൽ ഏർപ്പാടാണ് അളിയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് കാലിയായി എന്നാണ് പറയുന്നത്. ഏതായാലും കാലിയായത് നിറയ്ക്കാൻ ആരെങ്കിലുമൊക്കെ മുതലാളിമാർ വരാതിരിക്കില്ല, ചിലവ് കാശിനെങ്കിലും. പക്ഷേ പണ്ടത്തെ പോലെ ഫലിക്കുന്നില്ല. ആരും അടുക്കുന്നുമില്ല, യവനെ ആരും വിശ്വസിക്കുന്നുമില്ല. ആകപ്പാട് ഈ പറയുന്നവൻ ചെയ്യുന്ന പ്രവൃത്തിയെ 1-2 കൊച്ചു സമുദായ സംഘടനകളും 2-3 രാജ്യങ്ങളുമേ ഉള്ളൂ, അതിലെ മുതലാളിമാരുമേ ഉള്ളൂ പിന്തുണയ്ക്കുന്നത്. അണികളാരും പിന്തുണയ്ക്കുന്നതേയില്ല. ഈ ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ഒരുമ്പിട്ടവനാണ് ഇയാൾ. ഇനി ഒരിക്കൽ പോലും അമേരിക്കൻ പ്രസിഡൻ്റായി നിയമപരമായി വരാൻ കഴിയാത്തതിനാൽ തൻ്റെ വിക്രിയകൾ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്ത് മടങ്ങാൻ ശ്രമിക്കുന്ന ഒരു മനോരോഗി.